ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട രണ്ടക്ഷരങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വാക്ക് ഇതാണ് ക്ഷമ. നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോടും ശരി ചെയ്യുന്നവരോടും എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ചിലപ്പോൾ അവർ ചെയ്യുന്ന ശരി നമുക്ക് തെറ്റായിട്ട് വരാം, അവർ ചെയ്യുന്ന തെറ്റ് നമുക്ക് ശരിയായിട്ട് വരാം, പല രൂപത്തിൽ വരാം. അതെല്ലാം ക്ഷമിക്കാൻ കഴിയണം. എന്തെന്നാൽ അവർ ചെയ്യുന്നത് അവർ ഉത്തമ ബോധ്യത്തോടുകൂടി ചെയ്യുന്നതായിരിക്കില്ല, ചിലപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും പറയാനുണ്ട്, അന്തരീക്ഷത്തിലും ഭൂമിയിലും ഒക്കെ നന്മയുള്ളതുപോലെ സാത്താനും ഉണ്ടെന്ന്. സാത്താൻ കയറി നിൽക്കുന്ന സമയത്താണ് അവരത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കില്ല അത് ചെയ്യുന്നത്, അവരുടെ മനസ്സിന്റെ മറ്റൊരു മനോവിലാസമായിരിക്കും. എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വിജയത്തിന് മറ്റൊരു ഘടകമാവും. ക്ഷമ എന്നത് പരിശീലിക്കേണ്ടത് തന്നെയാണ്. ഗാന്ധിജിയെ നോക്കൂ, എന്തെല്ലാം പറഞ്ഞ് പ്രകോപിപ്പിച്ചിട്ടും ഗാന്ധിജി ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മൗനമാണ് ഗാന്ധിജിയുടെ പലപ്പോഴുമുള്ള ആയുധം. ക്ഷമ വലിയൊരു ആയുധമായി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുദേവൻ തന്നെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ പോവുകയാണ്, തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് യൂദാസ് എന്ന് മനസ്സിലാക്കിയപ്പോഴും ക്ഷമയോടുകൂടി യൂദാസിന്റെ കാല് കഴുകുന്നുണ്ട്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ക്ഷമയെന്ന വികാരത്തെ, അല്ലെങ്കിൽ ക്ഷമയെന്ന വിഷയത്തെ ലോകത്ത് ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്ഷമ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോ വിഷയങ്ങളിലും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. ക്ഷമിക്കുവാൻ കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായും മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ, അത് കുട്ടികൾ മുതിർന്നവർ കുട്ടികളോട്, എല്ലാവരും പരസ്പരം ക്ഷമിക്കുക, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു രീതി കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകുന്നു എന്നൊരു അർത്ഥമില്ല. നമ്മളോട് തന്നെയാണ് വിജയിക്കുന്നത്. മറ്റൊരാൾ നമ്മെ മോശമായി പറയുമ്പോൾ, മോശമായി നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്, നമ്മുടെ ആനന്ദമാണ്, നമ്മുടെ സന്തോഷമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷമിക്കുവാനുള്ള ഒരു ചിന്താ പദ്ധതി തന്നെ നാം രൂപപ്പെടുത്തിയെടുക്കണം. ക്ഷമ എന്നത് കേവലം മറ്റൊരാളിൻ്റെ മുന്നിൽ നാം തോൽക്കുന്നതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നാം നമ്മെ തന്നെ ജയിക്കുന്നതാണ്, നാം നമ്മിൽ തന്നെ വിജയിക്കുന്നതാണ്. നമ്മുടെ വികാരങ്ങളെ, അധമ വികാരങ്ങളെ, നമ്മുടെ ദേഷ്യപ്പെടുവാനുള്ള, കോപപ്പെടുവാനുള്ള വികാരങ്ങളെ കീഴടക്കി നമ്മളിലെ നന്മയെ തന്നെ പുറത്തെടുക്കുവാനുള്ള അവസരമായി ക്ഷമയെ കണ്ടാൽ എത്ര മനോഹരമായിരിക്കും. നമുക്ക് ക്ഷമിക്കാം എല്ലാവർക്കും പരസ്പരം.